മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട്, നമ്മൾക്ക് ഇതൊരു കാരണം കൊണ്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വാമദേവൻ പറയുന്നുണ്ട്, എടാ നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ ആ വൈദ്യര് നമ്മളെ നോക്കില്ല, കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മി കണ്ണനെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അങ്ങനെ പറയില്ല, കാരണം ആ വൈദ്യര് ചികിത്സിക്കും. അസുഖമുള്ള ആളെ പോയി കഴിഞ്ഞാൽ അതിനിപ്പോൾ ആരായാലും ആ വൈദ്യര് ചികിത്സിക്കും, അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകാം അച്ചാമി എന്ന് പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടി വൈദ്യരെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിനുശേഷം അതേസമയം നമ്മുടെ കണ്ണന് അനന്തവും മാർക്കോയും കൂടിയിട്ട് അവിടെ ആശുപത്രിയിൽ നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറക്കുകയും ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യിപ്പിക്കുകയും അതുപോലെ പതിയെ എഴുന്നേൽപ്പിക്കുകയും പിന്നെ മെല്ലെ വീൽ ചെയറിലിരുത്തി നടത്തിപ്പിക്കുകയും അങ്ങനെ പലതരം എക്സസൈസുകളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും കണ്ണന് ഭയങ്കര പ്രതീക്ഷയാണ്, കാരണം തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നും ആ അമ്മ പറഞ്ഞ പോലെ തന്നെ അനന്തുവിൻ്റെ കൂടെ ജർമ്മനിയിലേക്ക് പോകണമെന്നും മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് ഒരുപാട് നേരം ഒരുപാട് ദൂരം നടക്കണമെന്നും അങ്ങനെ പല പ്രതീക്ഷകളായിട്ടാണ് നമ്മുടെ കണ്ണൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് കേട്ടോ. അതേസമയം കണ്ണനിങ്ങനെ പുറത്തിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേഘനാഥനും വാമദേവനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വേമനാഥനെ കണ്ണനത് കണ്ടത് തന്നെ ആകെ ദേഷ്യം വരുന്ന സങ്കടമാണ് കേട്ടോ. ഇവരിവിടെയും എത്തിയോ എന്നിങ്ങനെ. അതേപോലെ തന്നെ മേഘനാഥൻ പെട്ടെന്ന് തന്നെ വാമദേവനെയും കൊണ്ടുപോയി കണ്ണൻ്റെ അടുത്തെത്തി കുശലം ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ്റെ കണ്ണുകൾ മുഴുവൻ കണ്ണൻ്റെ കാലുകളിലേക്കൊക്കെ ഇരിക്കും കേട്ടോ. അതിനുശേഷം കുശലയൊക്കെ ചോദിച്ച് അച്ഛനെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവർ വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. വൈദ്യരുടെ അടുത്ത് പോയിട്ട് ആദ്യം ചോദിക്കുന്നത് മേഘനാഥൻ, കണ്ണൻ ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ വൈദ്യർ പറയേ ഒന്നുമില്ല, ആ ഒരു കാല് മാത്രമേ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, മറ്റേ കാലിന് ഒന്നിനും പറ്റില്ല, കാരണം കണ്ണൻ അതിനോടൊരു പ്രതീക്ഷയും ഉത്സാഹവും ഒന്നുമില്ല, ആ മഹാലക്ഷ്മിക്ക് മാത്രമാണ് അതിനുള്ള താല്പര്യം. അതുകൊണ്ട് കണ്ണൻ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മേഘനാഥനും വാമദേവനും. അതേസമയം അച്ഛനെ ഇവിടെ കിടത്തി ചികിത്സിപ്പിക്കണമെന്നും അയ്യോ ഇത്രയും വയസ്സായില്ലേ, ഇനി ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ വൈദ്യർ പറയുകയാണ് കേട്ടോ. വൈദ്യർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഇവരുടെ എല്ലാ കൊള്ളരുതായും ഇവർ കണ്ണനെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്നും എല്ലാം വൈദ്യർക്ക് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈദ്യർ എന്നാലും പറയും, ആ ചികിത്സിപ്പിക്കുക എത്ര വേണമെങ്കിലും ഇവിടെ കിടന്നോട്ടെ, ഇത് ശരിയാകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പിന്നീട് സാഗറാണെങ്കിൽ അവിടെ വന്ന് ജോലിക്ക് വരുന്നുണ്ട്. എപ്പോഴും ജോലിക്ക് വരാറും പോവാറും ഉണ്ട്. ഒരു ദിവസമേ കണ്ണനും മഹാലക്ഷ്മിയെ കണ്ടിട്ടുള്ളൂ. അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും പറയണം, അവരിവിടെ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് കണ്ണേട്ടൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അത് ശരിയാണ് മഹി, കാരണം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിലോട്ട് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. ഒരു കാരണവശാലും ഇത് പുറത്തറിയാൻ പാടില്ല, കാരണം മാർക്കോയ്ക്കും അനന്തുവിനും അറിയുക, അവരൊരിക്കലും അത് പുറത്ത് പറയില്ല. പിന്നെ ഡോക്ടർക്കാണ് അറിയുക, ഡോക്ടർ ഒരിക്കലും അത് പറയില്ല, അത് ഒരു കാരണവശാലും അറിയരുത് എന്ന് അവർ തീരുമാനിക്കുകയാണ് കേട്ടോ. അതേസമയം സാഗർ ഇങ്ങനെ ജോലിക്ക് വരുമ്പോഴാണ് നമ്മുടെ മേഘനാഥൻ സാഗറെ കാണുക കേട്ടോ. സാഗറെ കണ്ടതും തന്നെ മേഘനാഥൻ്റെ മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങളും മഞ്ജുവിനിങ്ങനെ ഓർമ്മ വരും കേട്ടോ. മഞ്ജു താലി വലിച്ചെറിഞ്ഞതും അതേപോലെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതും അതേപോലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സാഗറെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സീനൊക്കെ ഇങ്ങനെ കണ്ടതും മേഘനാഥൻ അങ്ങനെ സമനില തെറ്റണം കേട്ടോ. ഓടിപ്പോയിട്ട് കുത്തി പിടിക്കണേടാ, നീയല്ലടാ എൻ്റെ പെണ്ണിനെ കൊണ്ടുപോയത്, എൻ്റെ മുറപ്പെണ്ണിനെ, നീ എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്നെ ചതിക്കുകയായിരുന്നില്ലേ നീ എന്നിങ്ങനെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, മേഘേട്ടാ ഒന്നും ചെയ്യരുത്, കാരണം ഞങ്ങൾ ജീവിച്ചോട്ടെ, മഞ്ജു പാവം ഒരു പെണ്ണാണ്, ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ എന്നിങ്ങനെ പറയും. നീ എന്നോട് ചതിക്കുകയല്ലേ ചെയ്തത് എന്നിങ്ങനെ പറയുക. ഞാൻ ചതിക്കുക മഹാലക്ഷ്മിയെ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല, അത് നല്ലൊരു പെണ്ണാണ് മഹാലക്ഷ്മി മാഡം, അവരെ കണ്ടിട്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ നേരായത് എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല, മഞ്ജു പാവമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. എടാ നീയാണ് എൻ്റെ ജീവിതം തകർത്തത് എന്ന് പറഞ്ഞിട്ട് സാഗറുടെ കോളറിൽ പിടിച്ചിട്ട് മേഘനാഥൻ സാഗറെ അടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടായിരിക്കും കണ്ണൻ വരുന്നത്. അങ്ങനെ കണ്ണൻ സാഗറെ മേഘനാഥൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ്. സാഗർ നല്ലവനാണെന്ന് മഹിയും കണ്ണനും തിരിച്ചറിയുന്ന ഒരു നിമിഷവും കൂടിയായിരിക്കും വൈദ്യരുടെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ.